ബാങ്കോക്കിൽ എത്തിയിട്ട് ഇന്ന് ഞങ്ങളുടെ സെക്കൻഡ് ഡേ ആണ്. അപ്പോൾ ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ബാങ്കോക്കിൽ നിന്ന് സഫാരി വേൾഡിലേക്ക്, മൊത്തം സഫാരി വേൾഡിലാണ്. അപ്പോൾ ഇങ്ങോട്ടേക്ക് കാറിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ സഫാരി വേൾഡിലേക്ക് എത്തിയിട്ടുണ്ട്. സഫാരി വേൾഡിൻ്റെ എൻട്രൻസിലാണ്. ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിലേക്ക് കയറാൻ നിൽക്കുകയാണ്. അത്യാവശ്യം നല്ല ചൂടുണ്ട്. അപ്പോൾ ചെയ്യാനറിയില്ല, നോക്കാം എന്തായാലും. ഓ, വെള്ളം ചിലപ്പോൾ വെക്കേണ്ടി വരുന്നു. തായ്ലൻഡിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു വൈൽഡ് ലൈഫ് പാർക്കാണ് സഫാരി വേൾഡ് ബാങ്കോക്ക്. ഇതൊരു സാധാരണ സൂ അല്ല. ഇവിടെ നമുക്ക് കാറുകളിൽ സഫാരി പോകാനും ലൈവ് ആനിമൽ ഷോ കാണാനും വൈൽഡ് ലൈഫിനെ തന്നെ അടുത്ത് നിന്ന് അനുഭവിക്കാനും സാധിക്കുന്ന ഒരു കിഡിലൻ സ്പോട്ടാണ്. നമ്മൾ തായ്ലൻഡിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്പോട്ടാണ് സഫാരി വേൾഡ്. ഏകദേശം 200 ഏക്കർ വിസ്തൃതിയിൽ വ്യാപിച്ച് കിടക്കുന്ന വലിയൊരു ഓപ്പൺ സൂ ആണ് സഫാരി വേൾഡ്. സഫാരി വേൾഡിന് 2 പ്രധാന ഭാഗങ്ങളുണ്ട്. ഒന്ന് സഫാരി പാർക്കും 2 മറൈൻ പാർക്കും. സഫാരി പാർക്ക് എന്ന് പറയുന്നത് കാറിൽ നമുക്ക് സഞ്ചരിച്ചിട്ട് നമുക്ക് കാഴ്ചകളൊക്കെ കാണാം, അവിടെ മൃഗങ്ങളെ ഫീഡ് ചെയ്യാം, അങ്ങനത്തെ ആക്ടിവിറ്റീസാണ് സഫാരി പാർക്കിലുള്ളത്. മറൈൻ പാർക്കാണെങ്കിൽ കൂടുതലും ഷോകളും ആക്ടിവിറ്റികളും പിന്നെ ഒരുപാട് മൃഗങ്ങളെ നമുക്ക് കാണാം. നമ്മളിവിടെ ചെന്നിട്ട് സഫാരി പാർക്കിലേക്കുള്ള ടിക്കറ്റ് നമ്മൾ എടുത്തിട്ടില്ലായിരുന്നു. നമ്മൾക്ക് എക്സ്പ്ലോർ ചെയ്യേണ്ടത് നേരത്തെ തന്നെ നമ്മൾ മറൈൻ പാർക്കാണെന്ന് നമ്മൾ ഓൾറെഡി ഫിക്സ് ചെയ്തിരുന്നു. അപ്പോൾ അതിനകത്തേക്കുള്ള ടിക്കറ്റ് മാത്രമാണ് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ മറൈൻ പാർക്കിലാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഷോകൾ പലതും നടക്കുന്നത്. ഡോൾഫിൻ ഷോ, എലഫൻറ്റ് ഷോ, സീ ലയൺ ഷോ, ഒറാങ്കുട്ടൻ ഷോ, സ്പൈവാർ ആക്ഷൻ ഷോ, അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് ഷോകൾ നടക്കുന്നുണ്ട്. ഇതിനൊക്കെ പ്രത്യേകമായിട്ടുള്ള ടൈമുണ്ട്. ഇപ്പോൾ 10:30 ആദ്യത്തെ ഷോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതാണ് ഒറാങ്കുട്ടൻ ഷോ. പക്ഷേ ഇവിടെ എത്തിയപ്പോഴേക്കും ഒറാങ്കുട്ടൻ ഷോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്കത് മിസ്സായി. നിങ്ങൾ വരുമ്പോൾ ഷോ ടൈം മസ്റ്റായിട്ടും നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് പ്ലാൻ ചെയ്തിട്ട് വേണം വരാൻ. ഇവിടെ ഒറാങ്കുട്ടൻ ഷോ രാവിലെയാണ്, ഡോൾഫിൻ ഷോ ഉച്ചയ്ക്കാണ്, സ്പൈവാർ ഷോ ആഫ്റ്റർനൂൺ ആണ്. ഒരു ഫുൾ ഡേ ഇവിടെ സ്പെൻഡ് ചെയ്യാനുള്ള എല്ലാ ആക്ടിവിറ്റികളും ഇവിടെ ഉണ്ട്. അപ്പോൾ ആ ഷോ ടൈമിങ് കറക്റ്റായിട്ട് നോക്കിയിട്ട് വേണം നമ്മൾ ഓരോ സ്ഥലത്തേക്കും വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ റെസ്റ്റോറൻറ്റുകൾ, ഫുൾ സ്റ്റാളുകൾ, റെസ്റ്റ് ഏരിയാസ് എല്ലാം അവൈലബിൾ ആണ്. കൂടുതലായിട്ടും ഒരു ഫാമിലി ഫ്രണ്ട്ലി സ്പേസ് ആണിത്. നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ വരുന്നവർ നിർബന്ധമായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്പോട്ടാണ്. അപ്പോൾ ഫാമിലിക്കും കുട്ടികൾക്കൊക്കെ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള, അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇവിടുത്തെ എല്ലാ കാഴ്ചകളും ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ വരുന്നവർ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ മോർണിംഗിൽ നേരത്തെ തന്നെ എത്തുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഷോ പോലും മിസ്സാവാതെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ വെള്ളം നിർബന്ധമായിട്ടും നമ്മൾ കയ്യിൽ കരുതണം. അത്യാവശ്യം നല്ല ഒരു ചൂടുള്ള സ്പോട്ടാണ്. സൺസ്ക്രീനും നിർബന്ധമായിട്ടും കയ്യിൽ കരുതണം. ഷോ ടൈമിങ് നമ്മളെപ്പോഴും നമ്മളൊരു മനസ്സിൽ വേണം. അതിൻ്റെ ഏകദേശം ഒരു അരമണിക്കൂർ മുമ്പ് അവിടെ എത്തിയിട്ട് നല്ലൊരു സീറ്റ് പിടിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് എല്ലാം ഷോ ടൈമിങ്, ഒരു ഷോ കഴിഞ്ഞ് അടുത്ത ഷോയിലേക്ക് നമുക്ക് അത്യാവശ്യം ടൈം കിട്ടും. നമുക്ക് അവിടെ കുറച്ച് നേരം കാഴ്ചകളൊക്കെ കണ്ട് നടക്കാനും ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനൊക്കെ ടൈം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ഷോയ്ക്ക് എത്തുന്നതിൻ്റെ കുറച്ച് മുമ്പ് തന്നെ, ആ ടൈമിൻ്റെ ഒരു അരമണിക്കൂർ മുമ്പ് തന്നെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് ഇരുന്ന് ആസ്വദിക്കാം. ഷോ ടൈമിങ് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഒറാങ്കുട്ടൻ ഷോ 10:30, എലഫൻറ്റ് ഷോ 11 മണിക്കാണ്. അത് കഴിഞ്ഞിട്ടാണ് സ്പൈവാർ ഷോ ഉണ്ട്, 11:45 അത് കഴിഞ്ഞിട്ട് ഓരോരോ ഷോ വരുന്നുണ്ട്. കൗബോയ്സ് ആൻഡ് ഷോ 3:15 ഡോൾഫിൻ ഷോ ഉണ്ട്, 1:30 ബേർഡ് ഷോ ഏറ്റവും ലാസ്റ്റുള്ള ഷോയാണ് ബേർഡ് ഷോ. അപ്പോൾ ഇതെല്ലാം നല്ല അടിപൊളി കാഴ്ചകളാണ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാഴ്ചകൾ കാണാം. മറൈൻ ഡ്രൈവിലെ ഒരുപാട് മൃഗങ്ങളുണ്ടായിരുന്നു, അവരെ ഫീഡ് ചെയ്യുന്നതിന് നമുക്ക് പ്രത്യേകം ചാർജ് ഉണ്ട്. സഫാരി വേൾഡ് പ്ലാൻ ചെയ്യുന്നവർ ഒരു കാര്യം ശ്രദ്ധിക്കാം, മൺഡേ ഇവിടെ ക്ലോസ്ഡ് ആണ്. പിന്നെ എല്ലാ വീക്കെൻഡിലും ഷോ ടൈമിംഗ് ഒക്കെ കുറച്ച് മാറ്റം ഉണ്ടാവാം. അപ്പോൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഈ ഒരു സഫാരി വേൾഡിലേക്ക് പ്ലാൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇവിടെ നേരത്തെ ഒരു 10 മണിയാകുമ്പോഴേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഒറാങ്കുട്ടൻ ഷോ, എലഫൻറ്റ് ഷോ, സ്പൈവാർ ഈ 3 ഷോകളും മോർണിംഗിൽ നമുക്ക് കിട്ടും. അത് കഴിഞ്ഞിട്ട് ആഫ്റ്റർനൂണിലാണെന്നുണ്ടെങ്കിൽ ഡോൾഫിൻ ഷോ, സീ ലയൺ ഷോ, ഈവനിങ്ങിൽ നമുക്ക് ബേർഡ് ഷോയും കിട്ടും.
അപ്പോൾ ഈ ഷോകളെല്ലാം ഭയങ്കര കിടിലനായിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പോൾ ഇതൊന്നും ഒരിക്കലും ആരും മിസ് ചെയ്യരുത് ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഇപ്പോൾ നേരത്തെ തന്നെ എത്തുക, ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഒരു 10 മണിയാകുമ്പോഴേക്കും ഇതിൻ്റെ ഉള്ളിൽ കയറുക എന്നുള്ളത് ഏറ്റവും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. When they started seeing 2 people out and those rolling my head, you take a put them down. എടുക്കാം. You have arrived. വെയിലോടാണ്ടാ പോവാ.
എടുത്തോ. ഇതാരാ?